ഹലോ, വെൽക്കം ബാക്ക് ടു ഗോയിങ് വിത്ത് സോനിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു, ബൈ ഗോഡ്സ് ഗ്രേസ്. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ ഒരു ചെറിയ ഈവനിങ് വാക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് മൺഡേ ആണ്. ഇന്ന് അടിപൊളി വെതറാവും അല്ലെങ്കിൽ കേട്ടോ. സൺ ഇസ് ഔട്ട്. അപ്പം അറിയാമല്ലോ, നമുക്ക് നല്ല വെട്ടമൊക്കെ വെളിയിൽ കിട്ടുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പുറത്ത് പോകാനൊക്കെ. പിന്നെ ഇന്ന് ജോബിക്ക് ഓഫും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു വെളിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല, ജസ്റ്റ് ഒരുമിച്ചൊന്ന് പുറത്തു പോവാം. നമ്മൾ അടുത്തുള്ളൊരു സ്ട്രേ സൈഡ് പാർക്കിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം അവിടെ ഏക്കർ കണക്ക് ലാൻഡ് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ചുമ്മാ ഒന്ന് ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം ഒന്ന് വെളിയിൽ പോയി സ്പെൻഡ് ചെയ്തിട്ട് ഇനി തിരിച്ചു പോരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എനിക്കുണ്ടല്ലോ പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ദാറ്റ് ഈസ് ഇങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കരുതുക, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വെളിയിലൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പം അത് തന്നെയാണ് ഇന്നത്തെ പരിപാടി നമ്മുടെ. അപ്പം ഞാനിവിടെ ചായ സെറ്റാക്കിയിട്ടുണ്ട്. സ്നാക്സ് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബിസ്ക്കറ്റും ഒരു ഡോറിറ്റോസിനെ കൂടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാവാം. അപ്പോൾ റെഡിയായിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആദ്യം റെഡിയായി, എന്നിട്ട് കുഞ്ഞാപ്പിയെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മളിത് പയ്യെ അവളെ സ്ട്രോളറിലേക്ക് കിടത്തി. യു കെയിലിപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പം സമയം 7 o'clock വൈകുന്നേരം. ആൻഡ് നല്ല വെട്ടമുണ്ട്. പ്ലസ് ഇന്ന് വെതർ അടിപൊളിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. 22-23 ഡിഗ്രീസാണ് ഇന്ന്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് സ്ട്രേ സൈഡ് പരിചയം ഉണ്ടാവും. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഏക്കർ കണക്ക് കുറേ സ്ഥലം ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പോയി ഇരിക്കുന്ന സ്ഥലമല്ല നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. നമ്മൾ വേറൊരു സ്ഥലത്തോട്ട്, അതായത് സ്ട്രേ സൈഡിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നടക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പം ആ സ്ഥലത്തോട്ടാണ് ഈ നടക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു സ്ഥലമില്ല കേട്ടോ. ഭയങ്കര ബിസി ആയിരുന്നു. പിള്ളേരെ കൊണ്ടൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് വണ്ടി തിരിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ പോകുന്ന സ്ഥലത്ത് തന്നെ പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി നമ്മുടെ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെയും റഷ് ആയിരിക്കുമെന്ന്. പക്ഷേ വന്നപ്പോഴല്ലേ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് നമ്മൾ ഒറ്റയ്ക്കല്ലേ. അപ്പം ഇവിടെ തന്നെ ഇരുന്ന് ഒരു ചായ കുടിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുഞ്ഞിനെ ഒന്ന് ജാക്കറ്റ് അടിപ്പിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, യു കെയിൽ വന്ന സമയത്ത്, ദാറ്റ് ഈസ് ഓസ്കിയുടെ ഒക്കെ പ്രിപ്പറേഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ വന്നത്. അപ്പം ഫാമിലീനെയൊക്കെ മിസ് ചെയ്യുന്ന ടൈമിലും പിന്നെ ഓസ്കിയുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവുമല്ലോ. അപ്പം ആ സ്ട്രെസ്സൊക്കെ ഒന്ന് വിട്ടുമാറി ഒന്ന് മനസ്സൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഈ സ്ട്രേ സൈഡിൽ ഇവിടെ വന്ന് ഒരു കസാരയിലിരിക്കും. ചിലപ്പം ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും, ചിലപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ നല്ല
നല്ലൊരു എന്താ പറയുന്നത്, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഉണറും കേട്ടോ. പിന്നെ ഒരു മോട്ടിവേഷനാവും. ഓക്കെ, പിന്നെ ഹോം സിക്നെസ്സൊക്കെ ഒന്ന് മാറും. ഇതുപോലെ ഇവിടെ കുറേ തവണ വന്നിരുന്നിട്ടുണ്ട്. പയ്യെ പിന്നെ ലൈഫ് ബിസിയായി, അങ്ങനെ പിന്നെ വരവ് കുറഞ്ഞു. അങ്ങനെ വല്ലപ്പോഴുമായി തുടങ്ങി വരവ്. അങ്ങനെ സോ ഇവിടെ എപ്പോഴും വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ പഴയ കാര്യങ്ങൾ. എന്നാണ് മുത്തുകുഞ്ഞേ ബാൻഡ് ഇരിക്കുന്ന കണ്ടോടി അപ്പുട്ടോ, ബാൻഡ് ഇരിക്കുന്ന കണ്ടോ? കുഞ്ഞാപ്പിയെ കണ്ടോ? അവള് സത്യം പറഞ്ഞാൽ പള്ളിയിലല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. അപ്പം ഇത് അവളുടെ ഫസ്റ്റ് ടൈമാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലല്ലാതെ അവളുടെ എന്താ പറയുന്നത് ചെക്കപ്സിനൊക്കെ ഒന്ന് പോയിട്ടുണ്ടെന്നല്ലാതെ പുറത്തായിട്ട് അങ്ങനെ പോയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് അവളെ നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മളങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു, ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് സ്നാക്സും കഴിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 30-40 മിനിറ്റ്സ് വല്ലതും ഇരുന്നിട്ടുണ്ടാകത്തുള്ളൂ ഇവിടെ. അപ്പോഴത്തേക്ക് കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ. സൺസെറ്റ് അല്ലേ, അപ്പം ആ ഒരു സമയമായപ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ കാറ്റൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കുഞ്ഞിനെ ഓർത്ത് വീട്ടിൽ പോയേക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരിയൊന്നും ഇരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജസൊക്കെ വരുന്നുണ്ട്, എന്തുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ലെങ്തിയർ ആക്കിക്കൂടെ എന്നൊക്കെ. ഞാൻ പേർപ്പസ്ഫുള്ളിയാണ് അത് ചെയ്യാത്തത്, വേറെ ഒന്നുമല്ല, നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്ന് നമ്മുടെ ഫാമിലിയിൽ ആഡ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, take care, God bless and bye.